വിചിത്രമായ ജീവിതശൈലി കൊണ്ടും വ്യത്യസ്തമായ ഉത്തരവുകൾ ഇറക്കിയും കുപ്രസിദ്ധി നേടിയ ഭരണാധികാരിയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. പൗരന്മാരെ വെറുപ്പിക്കുന്ന നിരവധി നിയമങ്ങൾ ഇന്നും ഉത്തര കൊറിയ പിന്തുടരുന്നുണ്ട്. അതിലൊന്നാണ് കിം ജോങ് ഉന്നിന്റെ ഹെയർ കട്ട് രാജ്യത്ത് മറ്റൊരാളും പിന്തുടരരുത് എന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ മുടിവെട്ട എന്നതിനും പ്രത്യേക സർക്കാർ നിർദ്ദേശങ്ങളുണ്ട്. ഈ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയ നിയമമാണ് രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിച്ചുകൊണ്ടുള്ള കിമ്മിന്റെ ഉത്തരവ്. കമ്മ്യൂണിസ്റ്റ് കുടുംബ പരമാധികാരം പിന്തുടരുന്ന രാജ്യത്ത് കിം ജോങ് ഉന്നിന്റെ ഉത്തരവുകൾക്ക് മറുവാക്കില്ലെന്നതും പ്രസിദ്ധമാണ്. ഏറ്റവും ഒടുവിൽ രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക് നിരോധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്ക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുമെങ്കിലും മുതലാളിത്തത്തെ നഖശിഖാന്തം എതിർക്കുമെന്ന് ഉത്തര കൊറിയയും അവകാശപ്പെടുന്നു. ഇതാദ്യമല്ല ഇത്തരമൊരു വിചിത്ര നിയമം. നേരത്തെ നീലയോ സ്കിന്നിയോ ആയ ജീൻസുകൾ, കനത്ത മേക്കപ്പുകളും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കിം ഉത്തരവിറക്കിയിരുന്നു. കിം ജോങ് ഉന്നിന്റെ ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ ജീവിതശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ വളരെ ഉപരിപ്ലവമായ നിയമങ്ങളാണ് കിം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ നിന്ന് വ്യക്തമാണ്. ഉത്തര കൊറിയൻ നിയമങ്ങൾ പ്രത്യയശാസ്ത്രപരം എന്നതിനേക്കാൾ തികച്ചും വ്യക്തിപരമാണ്. നിയമത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമോ ആണ്. നിയമങ്ങൾ ലംഘിക്കുന്നത് പരമോന്നത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായാണ് രാജ്യത്ത് കണക്കാക്കുന്നത്. ജനങ്ങളുടെ ഫാഷൻ രീതികൾ കണ്ടെത്തുന്നതിനായി മാത്രം ഗ്യുചാൽഡെ എന്ന് വിളിക്കുന്ന ഫാഷൻ പോലീസ് വരെ രാജ്യത്തുണ്ടെന്നാണ് പറയുന്നത്.